നെക്സ്റ്റ് ആണ് 2 കോളം ക്യാഷ് ബുക്ക്. നമ്മൾ മുമ്പേ പഠിച്ചത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. ഇവിടെ 2 കോളം ക്യാഷ് ബുക്ക്. ഇതാണ് 2 കോളം ക്യാഷ് ബുക്കിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, L/F. 2 കോളം ക്യാഷ് ബുക്കിൽ വരുന്ന വേറെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എമൗണ്ട് കോളം ഉണ്ട്. അതായത് ആദ്യത്തെ എമൗണ്ട് കോളം ഡിസ്കൗണ്ട് അലൗഡിനുള്ളതാണ്. നമ്മൾ ട്രാൻസാക്ഷൻ നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് നമ്മൾ അലോ ചെയ്യാറുണ്ട്, സംടൈംസ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. അപ്പം അത് കാണിക്കാനായിട്ടാണ് ഒരു എക്സ്ട്രാ ഒരു കോളം കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെൻസ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് സൈഡിലും കാണിക്കും. ഡിസ്കൗണ്ട് റിസീവ്ഡ് നമുക്ക് ഇൻകം ആയതുകൊണ്ട് നമ്മളത് ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, L/F, ഡിസ്കൗണ്ട് അലൗഡ്, ദെൻ ക്യാഷ്. അത്രയാണ് ഡെബിറ്റ് സൈഡിൽ. പിന്നെ ക്രെഡിറ്റിൽ അഗെയിൻ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, L/F, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ദെൻ ക്യാഷ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനായിട്ട് നോക്കാം. നിങ്ങളുടെ ബുക്ക് ടെക്സ്റ്റിലുള്ള ഒരു ഇലിസ്ട്രേഷൻ ആണ്. 2018 ഓഗസ്റ്റ് 1 ക്യാഷ് ഇൻ ഹാൻഡ് 4270. ക്യാഷ് ഇൻ ഹാൻഡ് 4270 എന്ന് വെച്ചാൽ നമ്മുടെ ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് തന്നേക്കുന്നത്. അതായത് ക്യാഷ് ബുക്കിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് എത്രയാണോ ബാലൻസ് ഉള്ളത് അത് എത്രയാ, 4270. അപ്പോൾ ബാലൻസ് എപ്പോഴും നമ്മൾ എവിടെ കാണിക്കണം, ഡെബിറ്റ് സൈഡിലായിട്ട് കാണിക്കണം. ഡേറ്റ് കൊടുക്കുന്നു 2018 ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് 1 ഓപ്പണിംഗ് ബാലൻസ് അല്ലേ, അപ്പം നമ്മൾ എഴുതും ടു ബാലൻസ് ബ്രോ ഡൗൺ. ടു ബാലൻസ് ബ്രോ ഡൗൺ. നോക്കി 2 എമൗണ്ട് കോളാണ് നമുക്കുള്ളത്, ഡിസ്കൗണ്ട് അലൗഡിനും ക്യാഷിനും. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡിൻ്റെ അവിടെ അല്ല, ക്യാഷിൻ്റെ അവിടെ നമ്മൾ ആ ബാലൻസ് കാണിക്കുക. എത്രയാ, 4270. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറയാം. ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് അവിടെ തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കാണിച്ചിട്ട് ടു ബാലൻസ് ബ്രോ ഡൗൺ 4270. അത് നമ്മുടെ ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. സെക്കൻഡ് ട്രാൻസാക്ഷൻ നോക്കിക്കേ. ഓഗസ്റ്റ് 5 പർച്ചേസ്ഡ് ആൻ ഓൾഡ് ടൈപ്പ് റൈറ്റർ ഫോർ 1500. നമ്മളൊരു ഓൾഡ് ടൈപ്പ് റൈറ്റർ നമ്മൾ വാങ്ങിച്ചു. എത്ര രൂപയ്ക്ക്, 1500. അപ്പം ടൈപ്പ് റൈറ്റർ വാങ്ങിക്കുമ്പം എങ്ങനെ ജേർണൽ എഴുതുന്നത്, ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അസെറ്റ് വരുന്നു, ക്യാഷ് പോകുന്നു. അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് എഴുതും, ബൈ ടൈപ്പ് റൈറ്റർ അക്കൗണ്ട്. എന്നാ ഡേറ്റ് കാണിച്ചേക്കണം, ഓഗസ്റ്റ് 5. ബൈ ടൈപ്പ് റൈറ്റർ, ബൈ ടൈപ്പ് റൈറ്റർ അക്കൗണ്ട്. ക്യാഷിന്റെ കോളത്തിലെ കോളം മാറിപ്പോരുത്. ഡിസ്കൗണ്ട് റിസീവ്ഡിനും ക്യാഷിനും കോളം ഉണ്ട്. ക്യാഷ് കോളത്തിൽ മാത്രമേ എമൗണ്ട് കാണിക്കാവുള്ളൂ, 1100. ടൈപ്പ് റൈറ്റർ പർച്ചേസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എഴുതും ബൈ ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് 1500. ഓക്കെ. 7th ഓഗസ്റ്റ് 7ന് ശ്രദ്ധിക്കണേ. റിസീവ്ഡ് ക്യാഷ് ഫ്രം സിംഗ് ആൻഡ് കമ്പനി ₹1980. റിസീവ്ഡ് ക്യാഷ് ഫ്രം സിംഗ് ആൻഡ് കമ്പനി. അപ്പം സിംഗ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന അവരുടെ അടുത്തു നിന്ന് നമുക്ക് ക്യാഷ് കിട്ടി. എത്ര രൂപ കിട്ടി, 1980 ആൻഡ് അലൗഡ് ഡിസ്കൗണ്ട് ഓഫ് 20. നമുക്ക് കിട്ടിയത്. അപ്പൊ അവര് നമുക്ക് പൈസ തരുവാ ചെയ്തത്. അതായത് സിംഗ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന ആൾക്കാർ നമുക്ക് പൈസ തരുവാ ചെയ്യേണ്ടത് 1980 ആൻഡ് അലൗഡ് ഡിസ്കൗണ്ട് ഓഫ് 20. അപ്പൊ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എത്ര കിട്ടി, 1980 കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവർക്കൊരു 20 രൂപ ഡിസ്കൗണ്ട് നമ്മൾ അലൗ ചെയ്തു. നമുക്കല്ലേ കിട്ടിയത്, നമുക്കല്ലേ അവർ തന്നത്. അപ്പൊ അവര് 1980 റുപ്പീസ് നമുക്ക് തന്നു. നമ്മളപ്പോ എന്ത് ചെയ്തു, 20 രൂപ ഡിസ്കൗണ്ടും കൊടുത്തു. അപ്പം നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സിംഗ് ആൻഡ് കമ്പനി, അങ്ങനെയല്ല എഴുതുന്നത്. അപ്പൊ നോക്കിക്കേ, ക്യാഷ് ബുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു, ഡേറ്റ് എന്നാ, ഓഗസ്റ്റ് 7, ടു സിംഗ് ആൻഡ് കമ്പനി. ക്യാഷിന് നേരെ, അതിന് നേരെ ക്യാഷ് ആയിട്ട് നമുക്ക് എത്ര കിട്ടിയത്, 1980 ആണ് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയത്. മാത്രമേ സംഭവിച്ചുള്ളൂ, നമ്മൾ അവർക്ക് 20 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. അതുകൊണ്ട് ഡിസ്കൗണ്ട് അലൗഡിന്റെ കോളത്തിൽ ഈ സെയിം ലൈനിൽ തന്നെ, ലൈൻ ഒന്നും മാറിപ്പോരുത് കേട്ടോ. സിംഗ് ആൻഡ് കമ്പനിക്ക് നേരെ വേണം, ക്യാഷിന്റെ അവിടെ 1980, ദെൻ ഡിസ്കൗണ്ട് അലൗഡിന്റെ അവിടെ 20. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എത്ര രൂപ കിട്ടി, 1980 നമുക്ക് കിട്ടി. എത്ര രൂപ നമ്മൾ ഡിസ്കൗണ്ട് അലൗ ചെയ്തു, 20 റുപ്പീസ് നമ്മൾ ഡിസ്കൗണ്ട് അലൗ ചെയ്തു.
ഇങ്ങനെയാണത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നേരെ ടു സിംഗ് ആൻഡ് കമ്പനി എമൗണ്ട് ആദ്യം പോസ്റ്റ് ചെയ്യുക, ക്യാഷ് കോളത്തിൽ വന്നിട്ട് എമൗണ്ട് ആദ്യം പോസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ എത്ര രൂപ ഡിസ്കൗണ്ട് അലോ ചെയ്തത് അത് അതിന് നേരെ തന്നെ സിംഗ് ആൻഡ് കമ്പനിക്കും എമൗണ്ടിന് നേരെ തന്നെ എഴുതുക ഡിസ്കൗണ്ട് അലൗഡിന്റെ കോളത്തിൽ. അടുത്ത ട്രാൻസാക്ഷൻ ക്യാഷ് സെയിൽസ് ആണ്. അറിയാമല്ലോ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് ആണ്. ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ് അക്കൗണ്ട്. ഓഗസ്റ്റ് 10ന് ടു സെയിൽസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? ക്യാഷിന്റെ കോളത്തിൽ വേണം എമൗണ്ട് എഴുതാൻ. 55,500. 5,000 ക്യാഷ് സെയിൽസ് ആണ്, ഒരുപാട് എഴുതിയിട്ടുള്ളതാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ഡിസ്കൗണ്ടിന്റെ കോളത്തിൽ കോളം മാറിപ്പോരുതേ, ക്യാഷിന്റെ അവിടെ വന്നിട്ട് 5,500. അടുത്തത് ശ്രദ്ധിച്ചേ. ഓഗസ്റ്റ് 12th paid to Ram Narain rupees 2,970 and he allowed a discount of 30. പെയ്ഡ് ആണ്. ഇവിടെ പേ നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. ആർക്ക് നമ്മൾ പൈസ കൊടുത്തു? റാം നരേൻ റുപ്പീസ് 2,970. റാം നരേൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നമുക്ക് 2,970 റുപ്പീ നമ്മൾ കൊടുത്തു. ആൻഡ് ഹി അലൗഡ് എ ഡിസ്കൗണ്ട് ഓഫ് 30. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? 30 റുപ്പീസ് നമുക്ക് ഡിസ്കൗണ്ട് അലൗ ചെയ്ത്. അയാൾ അലൗ ചെയ്തു എന്നാ പറഞ്ഞത്, നമ്മളല്ല അലൗ ചെയ്തത്. അയാളാണ് ഡിസ്കൗണ്ട് നമുക്ക് അലൗ ചെയ്തത് എന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് എന്തുവാ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുക ചെയ്ത്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അലൗഡ് കാണുമ്പോൾ പെട്ടെന്ന് ഡിസ്കൗണ്ട് അലൗഡിന്റെ കോളത്തിൽ കൊണ്ട് പോസ്റ്റ് ചെയ്ത് വെക്കരുത്. ശരിക്കും ഓർക്കണം, ആരാ അലൗ ചെയ്തത്? അയാളാണ് അലോ ചെയ്തത്, അയാൾക്കാണ് അത് ഡിസ്കൗണ്ട് അലൗഡ്. നമുക്ക് എന്താണത്? ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെ വരും? പെയ്ഡ് ടു റാം നരേൻ 2,970 എന്ന് പറയുമ്പം റാം നരേൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്, അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് എഴുതും? ബൈ റാം നരേൻ. ഓഗസ്റ്റ് 12 ബൈ റാം നരേൻ അക്കൗണ്ട്. ഇനി നേരെ ക്യാഷ് ആയിട്ട് നമ്മൾ അയാൾ നമ്മൾ എത്ര കൊടുത്തു? ക്യാഷ് ആയിട്ട് 2,970. നേരെ എഴുതുക 2,970 ക്യാഷ് കോളത്തിൽ. പിന്നെയോ അയാൾ ഒരു 30 റുപ്പീസ് നമുക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നേരെ റാം നരേന്റെ നേരെ ഡിസ്കൗണ്ട് റിസീവ്ഡിന്റെ അവിടെ 30. ഇതെല്ലാം ഒരേ ലൈനിൽ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇപ്പൊ എഴുതിയത് നമ്മൾ റാം നരേന് പേ ചെയ്തു. എത്ര പേ ചെയ്തു? 2,970 ആൻഡ് ഹി അലൗഡ് എ ഡിസ്കൗണ്ട് ഓഫ് 30. അപ്പൊ ജേണൽ എൻട്രി വരുന്നത് റാം നരേൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ആണ്. അപ്പൊ ക്യാഷ് ബുക്കിൽ ബൈ റാം നരേൻ അക്കൗണ്ട് എമൗണ്ട് 2,970, ഡിസ്കൗണ്ട് റിസീവ്ഡിന്റെ കോളത്തിൽ 30. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സോൾഡ് ഓൾഡ് ന്യൂസ് പേപ്പർ ഓഫ് റുപ്പീസ് 60. നമ്മൾ ഓൾഡ് ന്യൂസ് പേപ്പർ നമ്മൾ വിറ്റു 60 രൂപയ്ക്ക്. അപ്പൊ നമുക്ക് ക്യാഷ് കിട്ടുമല്ലേ ചെയ്തത്. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ന്യൂസ് പേപ്പർ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ന്യൂസ് പേപ്പർ അക്കൗണ്ട്. ഡേറ്റ് കൊടുക്കുന്നു ടു ന്യൂസ് പേപ്പർ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ന്യൂസ് പേപ്പർ അക്കൗണ്ട്. ടു ന്യൂസ് പേപ്പർ അക്കൗണ്ട്. എത്രയാ ഡിസ്കൗണ്ടിന്റെ കോളത്തിൽ എഴുതരുത്, ക്യാഷിന്റെ കോളത്തിൽ കാണിക്കണം. ₹60. ഓക്കെയാണ്, അവിടെ ഡിസ്കൗണ്ട് ഒന്നും വരുന്നില്ല. ന്യൂസ് പേപ്പർ വിട്ടു, നമുക്ക് ക്യാഷ് കിട്ടി. ക്യാഷിന്റെ അവിടെ ടു ന്യൂസ് പേപ്പർ അക്കൗണ്ട് 60. അടുത്തത് 16 ഓഗസ്റ്റ് 16 റിസീവ്ഡ് ഫ്രം പ്രസാദ് ₹985. പ്രസാദിന്റെ അടുത്തു നിന്ന് നമുക്ക് എത്ര രൂപ കിട്ടി? 985 കിട്ടി. ഇൻ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് അക്കൗണ്ട് ഫോർ 1,000. ഇൻ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് ₹1,000. അതായത് ആ വ്യക്തി ശരിക്കും നമുക്ക് എത്ര രൂപ തന്നു? 985 നമുക്ക് തന്നു. പക്ഷേ അയാൾ എത്ര രൂപ തരാനുണ്ടായിരുന്നു? 1,000 തരാനുണ്ടായിരുന്നു. 1,000 തരാനുള്ള പ്ലേസിൽ അയാൾ എത്ര മാത്രമേ നമുക്ക് തന്നുള്ളൂ? 985 നമുക്ക് തന്നുള്ളൂ. ആ 985 നമ്മൾ അയാളുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തു എന്ന് വെച്ചാൽ 1000 കിട്ടേണ്ടതാണ്. പക്ഷെ അയാൾ എത്രയേ തന്നുള്ളൂ? 985 തന്നുള്ളൂ. നമുക്കത് ഓക്കെയാണ് എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? എക്സ്ട്രാ വന്ന ഒരു 50 റുപ്പി നമുക്ക് കിട്ടാതെ പോയത് 15 എന്താണ്? ഡിസ്കൗണ്ട് ആണ്. ആർക്ക് കൊടുത്ത ഡിസ്കൗണ്ട്? നമ്മൾ അയാൾക്ക് കൊടുത്ത ഡിസ്കൗണ്ട്. ഇവിടെ ക്യാഷ് നമുക്ക് കിട്ടുമല്ലേ ചെയ്തത്. 1000 കിട്ടേണ്ട കേസാണ്. നമ്മൾ പറയുന്നു 985 തന്നാ മതി. അങ്ങനെ 15 എന്താണ്? നമ്മൾ അലോ ചെയ്ത ഡിസ്കൗണ്ട് ആണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ജേണൽ എൻട്രി എങ്ങനെ എഴുതും? നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ എഴുതും ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രസാദ്. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രസാദ്. ക്യാഷിന്റെ അവിടെ ടു പ്രസാദ്. ഓഗസ്റ്റ് 16 ടു
പ്രസാദ് അക്കൗണ്ട്. ഇനി അയാളുടെ എത്ര രൂപ നമുക്ക് ആക്ച്വലി എത്ര രൂപ കിട്ടിയത് പ്രസാദിന്റെ അടുത്ത് നിന്ന്? 9805. ഓക്കെ ആണോ? ഇത്ര ഏതായുടെ നിന്ന് കിട്ടിയുള്ളൂ. ബാക്കി അപ്പൊ എത്രയും കൂടെ ശരിക്കും എത്രയാ കിട്ടാൻ തരാനുള്ളത്? 1000 രൂപയാ. 9985 തന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 15 എന്താണ്? നമ്മൾ അയാൾക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്തതാണ്. ആ 15 നമ്മൾ ഇവിടെ കാണിച്ചു. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തേക്കാം. 1000 മൈനസ് 985. അങ്ങനെയാണ് ആ ഡിസ്കൗണ്ട് അവിടെ വന്നത്. അപ്പൊ എടുത്ത് അവിടെ ഡിസ്കൗണ്ട് ഇത്രയാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിക്കുക. ഏതെങ്കിലും എമൗണ്ട് അവിടെ ഈക്വൽ ആവാനുണ്ടോ നോക്കുക. ഇങ്ങോട്ടാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും. ഇവിടെ ഇപ്പം ഇങ്ങോട്ട് കിട്ടിയപ്പോഴാണ്. അപ്പൊ ഡിസ്കൗണ്ട് അലൗഡ് എത്രയാണ്? 50. അടുത്തത് പർച്ചേസ് ഗുഡ്സ് ഫ്രം സജീവ് ബ്രോസ് അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 10% ആൻഡ് പെയ്ഡ് ക്യാഷ് 2000. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്. എവിടുന്ന്? സജീവ് ബ്രോസ്. ഓക്കെ, അവരുടെ അടുത്ത് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എത്ര രൂപയുടെ ഗുഡ്സ്? വർത്ത് ₹2000 ആൻഡ് അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 10%. ട്രേഡ് ഡിസ്കൗണ്ടിൽ 10% ട്രേഡ് ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഗുഡ്സ് കിട്ടിയത്. ഓർത്തോണം, ട്രേഡ് ഡിസ്കൗണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ അത് ഡിസ്കൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഓൺലി ക്യാഷ് ഡിസ്കൗണ്ട് ആണെങ്കിലേ നമ്മളത് നമ്മുടെ ഇതിനകത്ത് എൻട്രി ചെയ്യത്തുള്ളൂ. അവിടെ എഴുതി വെച്ചോണം കേട്ടോ, നോട്ടിൽ അവിടെ ആ സൈഡിൽ തന്നെ ഇപ്പൊ തന്നെ എഴുതി വെച്ചോണം. ട്രേഡ് ഡിസ്കൗണ്ട് ഒരിക്കലും നമ്മുടെ ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യത്തില്ല. കാരണം ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ബൾക്ക് ആയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഗുഡ്സിൽ കിട്ടുന്ന റിഡക്ഷനെയാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് ക്യാഷിൽ തരുന്നു. അപ്പൊ നമ്മൾ ഏത് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ബുക്കാണ്. അപ്പൊ ക്യാഷ് ബുക്കിൽ ക്യാഷിനെ റിലേറ്റ് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ട്രേഡ് ഡിസ്കൗണ്ട് ഒരിക്കലും എവിടെ എടുക്കത്തില്ല? നമ്മുടെ ക്യാഷ് ബുക്കിൽ എടുക്കത്തില്ല. ഓൺലി ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ എടുക്കത്തുള്ളൂ. മെയിലിൽ ഇവിടെ വന്നതൊക്കെ ക്യാഷ് ഡിസ്കൗണ്ടുകളായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അവിടെ എടുത്തത്. അപ്പം 18 ട്രാൻസാക്ഷൻ എന്താ? പർച്ചേസ് ഗുഡ്സ് വർത്ത് ₹2000 ഫ്രം സജീവ് ബ്രോസ് അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 10%. അപ്പൊ ആ 10% എന്നുള്ളത് നമ്മൾ വിട്ടേക്കുക. ജസ്റ്റ് പർച്ചേസ് ചെയ്ത് മുമ്പ് നമ്മൾ എങ്ങനെ എൻട്രി എഴുതുന്നത്? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സജീവ് ബ്രോസ് എന്നല്ലേ? അപ്പം പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നല്ലേ? അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ എന്തെഴുതും നമ്മൾ? ബൈ പർച്ചേസ് അക്കൗണ്ട്. എത്ര രൂപ എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, 2000 ആണ് ആക്ച്വലി നമ്മൾ പർച്ചേസ് ചെയ്തത്. പക്ഷേ 10% നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അത് കുറച്ചിട്ടുള്ള എമൗണ്ടേ നമ്മൾ കാണിക്കാൻ പാടുള്ളൂ. ഞാൻ ഇവിടെ കാണിച്ചേക്കാം, നോക്കിക്കേ. അപ്പൊ നമ്മുടെ 10% 2000 അല്ലേ ആക്ച്വൽ വാല്യൂ? 2000ന്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 200 വരും. ആ 200 കഴിഞ്ഞിട്ടുള്ള 1800 നമ്മൾ ഇവിടെ എമൗണ്ട് ആയിട്ട് എഴുതുള്ളൂ. ഞാൻ ഇവിടെ കാണിച്ചേക്കാം. 2000 മൈനസ് 2000 ഇൻറ്റു 10/100. 200 കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് 1800 നമ്മൾ ക്യാഷിൽ നമുക്ക് പോകത്തുള്ളൂ. ക്ലിയർ ആയി? ഞാൻ ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് ഗുഡ്സ് ഫ്രം സജീവ് ബ്രോസ് 2000. അവരെന്നിട്ട് ട്രേഡ് ഡിസ്കൗണ്ട് ആണ് 10% അലോഡ് ചെയ്തത്. ട്രേഡ് ഡിസ്കൗണ്ട് ഒരിക്കലും നമ്മൾ ക്യാഷ് ബുക്കിൽ എടുക്കത്തില്ല. പക്ഷെ അതിന്റെ ഇഫക്റ്റ് അത് കുറച്ചിട്ടുള്ള എമൗണ്ടേ നമ്മൾ ഇവിടെ കാണിക്കത്തുള്ളൂ, പർച്ചേസിൽ കാണിക്കത്തുള്ളൂ. 2000 ആണ് ആക്ച്വൽ വാല്യൂ. 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 2000ന്റെ 10% എത്ര? 200 മൈനസ് ചെയ്തിട്ട് ബാക്കി എത്രേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ? 1800 നമ്മൾ പർച്ചേസിൽ കൊടുക്കേണ്ടതുള്ളൂ. നെക്സ്റ്റ് വൺ, sold goods worth for cash at a trade discount of 5%. ഇവിടെ again ഒരു ട്രേഡ് ഡിസ്കൗണ്ട് വന്നേക്കാണ്. ഇവിടെ നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തപ്പോൾ നമ്മളാണ് ട്രേഡ് ഡിസ്കൗണ്ട് അലോ ചെയ്തത്. sold goods worth for cash at a trade discount of 5%, 1000 5% ആണ് ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ അലോ ചെയ്തത്. അപ്പൊ ക്യാഷ് സെയിൽസ് നടക്കുമ്പോൾ ജേർണൽ എൻട്രി എങ്ങനെയാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു ടു സെയിൽസ് അക്കൗണ്ട്. ഇനി എമൗണ്ട് ശ്രദ്ധിച്ചേ. ഇവിടെ ട്രേഡ് എത്ര രൂപയാ? 1000 ആണ് ആക്ച്വൽ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ എത്ര പെർസെന്റേജ് ആ ട്രേഡ് ഡിസ്കൗണ്ട് എടുത്തേക്കുന്നത്? 5%. അതായത് 1000ന്റെ 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 50 വരും. 1000ന്റെ 5. അപ്പൊ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് എഴുതാൻ പാടുള്ളൂ. 1000ന്റെ 5% വരും 50. അത് 1000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് എത്ര കൊടുത്താൽ മതി? നമ്മൾ 950 കൊടുത്താൽ മതി. ഞാൻ കാൽക്കുലേഷൻ കാണിച്ചേക്കാം. 1000 മൈനസ് 1000 ഇൻറ്റു 5/100. ഇങ്ങനെയാണ് ആ 950 അവിടെ വരുന്നത്. ട്രേഡ് ഡിസ്കൗണ്ട് ആയതുകൊണ്ടാണ് അതിന്റെ ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ അവിടെ കാണിക്കാഞ്ഞത്.
ഓക്കെ ആണോ? അപ്പൊ ഒന്നുകൂടെ പറയാം, ജേർണൽ എൻട്രി എന്തുവാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് ആണ്. 1000 ആണ് ആക്ച്വൽ സെയിൽസ്. പക്ഷെ 5% ഡിസ്കൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എമൗണ്ട് എത്ര മാത്രം നമ്മൾ കൊടുത്താൽ നമുക്ക് കിട്ടത്തുള്ളൂ? 950 മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ ടു സെയിൽസ് 950. ഓക്കെ, അടുത്തത് സെറ്റിൽ ദി അക്കൗണ്ട് ഓഫ് തിവാരി by paying the necessary amount after deducting a discount of 3%. Settle the account of തിവാരി. അപ്പൊ തിവാരിയുടെ അക്കൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യാണ്, നമ്മൾ കൊടുത്ത് തീർക്കുവാണ്. ഓക്കെ, അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 3%, 500 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷെ 3% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമ്മൾ തിവാരിക്ക് കൊടുത്താൽ മതി. അപ്പൊ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എൻട്രി എഴുതുന്നത്? തിവാരി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്ന് എഴുതും. അപ്പൊ ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ട് ഡേറ്റ് കൊടുത്തിട്ട് ബൈ തിവാരി അക്കൗണ്ട്. ഇനി എമൗണ്ട് ശ്രദ്ധിച്ചേ, 500 ആണ് കൊടുക്കേണ്ടത്. പക്ഷെ അയാൾ നമുക്ക് 3% എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് അലോ ചെയ്തു. ഏതിന്റെ 3%? 500ന്റെ 3%. 500ന്റെ 3% എന്ന് പറയുമ്പോൾ 15 ആണ് വരുന്നത്. 15. അപ്പൊ ആ 15 കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമ്മളേക്ക് കൊടുത്താൽ മതി. അത് എത്ര വരും? 485 ആണ് വരുന്നത്. 15 നമുക്ക് എന്ത് ചെയ്തു? അയാൾ ഡിസ്കൗണ്ട് തന്നു. ഞാൻ ഇവിടെ നിന്ന് കാണിച്ചേക്കാം. 500 മൈനസ് 500 ഇൻറ്റു 3/100. അങ്ങനെയാണ് ആ 15. അപ്പൊ ആ 50, അപ്പൊ ഇവിടെ 485 എങ്ങനെയാ? 500 മൈനസ് 15 ആണ് 485 അവിടെ വന്നത്. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം, തിവാരിയുടെ അക്കൗണ്ട് തിവാരിക്ക് നമ്മൾ പേ ചെയ്യുവാണ്. പേ ചെയ്തപ്പോൾ അയാൾ നമുക്ക് 3% ഡിസ്കൗണ്ട് തന്നു. സോറി, അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് അയാൾ അലോ ചെയ്തു, നമുക്ക് കിട്ടി. അപ്പൊ ഡിസ്കൗണ്ട് റിസീവ്ഡ് എത്രയാ? 500ന്റെ 500ന്റെ 3% എന്ന് പറയുമ്പോൾ എത്ര? 15 എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? 5,000ന്റെ 500ന്റെ 3%. 500ന്റെ 3% എന്ന് പറയുമ്പോൾ 15 രൂപ. ആ 15 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുത്താൽ മതി. 500ൽ നിന്ന് 15 പോയി കഴിഞ്ഞാൽ 485. അടുത്തത് പെയ്ഡ് റെന്റ്. നമ്മൾ റെന്റ് കൊടുത്തു, അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. 500 രൂപ നമ്മൾ റെന്റ് കൊടുത്തു. റെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ എഴുതും റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ ബൈ റെന്റ്, ഡേറ്റ് എന്ന 30, ബൈ റെന്റ് അക്കൗണ്ട്. എത്ര രൂപ റെന്റ് നമ്മൾ കൊടുത്തത്? 500. നേരെ എമൗണ്ട്, ക്യാഷിന്റെ എമൗണ്ട് കോളത്തിൽ 500. ഓക്കെ, ലാസ്റ്റ് വൺ ശ്രദ്ധിച്ചേ. ലാസ്റ്റ് വൺ, deposited in the bank the cash in excess of 1490. അതായത് 1490 ബാലൻസ് വെച്ചിട്ട് അതിന്റെ എക്സസ് ആയിട്ട് എത്രയാണോ ഉള്ളത് അത് നമ്മൾ എവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു? ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇച്ചിരി കറങ്ങിയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സാധാ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതെല്ലാം എമൗണ്ടുകളെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം ഡെബിറ്റ് ടോട്ടൽ ചെയ്യുന്നു, ക്രെഡിറ്റ് ടോട്ടൽ ചെയ്യുന്നു, ഹയസ്റ്റ് ടോട്ടൽ 2 കോളത്തിന്റെയും ടോട്ടൽ ആക്കുന്നു, ദെൻ ഡിഫറൻസ് എടുക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ച സെന്റൻസ്, ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ദ എക്സസ് ഇൻ ക്യാഷ് ഫോർ ₹1490. 1490 രൂപ ബാലൻസ് വെച്ചിട്ട് ബാക്കി എന്ത് ചെയ്തു? നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം അത്രയും രൂപ നമ്മുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിന്റെ എന്താ? ക്ലോസിംഗ് ബാലൻസ് അല്ലേ അത്? മനസ്സിലാവുന്നുണ്ടോ? കാരണം അത്രയും രൂപ ബാങ്കിൽ കയ്യിൽ വെച്ചുകൊണ്ട് എക്സസ് വന്ന എമൗണ്ട് ആണ് നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ വരുന്ന കേസുകൾ നമ്മൾ എന്ത് ചെയ്യണം? ആ എത്രയാണോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് അത് നമ്മുടെ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇച്ചിരി താഴെയായിട്ട്, അതായത് കുറച്ചുകൂടെ സ്പേസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഏറ്റവും താഴെയായിട്ട് ക്ലോസിംഗ് ഡേറ്റ്, അതായത് ആ മാസത്തിലെ ക്ലോസിംഗ് ഡേറ്റ് വെച്ചിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ. എത്രയാ അവര് ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞേക്കുന്നത്? എത്രയാ? 1490. അത് നമ്മുടെ ക്യാഷിന്റെ അവിടെ അങ്ങ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് സെറ്റ് ചെയ്തേ. കണ്ടോ? ബൈ ബാലൻസ് ക്യാരി ഡൗൺ 1490. ഓക്കെ, ഇനി എന്ത് ചെയ്യും? നമ്മൾ സാധാ ചെയ്യുന്ന പോലെ, യൂഷ്വൽ ചെയ്യുന്ന പോലെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, നോക്കിക്കേ. ഡെബിറ്റില് 4270, 1980, 5500, 60,
985 ആൻഡ് 950 ഇത്രയാണ് വന്നേക്കുന്നത്. ഇതിന്റെ എല്ലാം കൂടെ ടോട്ടൽ എന്ന് പറയുമ്പം 13,745 ഇതാണ് ഡെബിറ്റിന്റെ ടോട്ടൽ. ഇനി ക്രെഡിറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്രെഡിറ്റ് എടുക്കുമ്പം 8,745 ക്രെഡിറ്റ് വരുന്നത് 8,745. അപ്പൊ എവിടെയാ കൂടുതൽ? എവിടാ? ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. അപ്പൊ അതിന്റെ ഹയസ്റ്റ് ടോട്ടൽ ആയിട്ട് ഡെബിറ്റ് സെറ്റ് ചെയ്യാം. ഏറ്റവും താഴെയായിട്ട് ക്യാഷിന്റെ നീട്ടി അങ്ങ് വരച്ചോ. രണ്ട് എമൗണ്ട് കോളം, അതായത് ഡിസ്കൗണ്ടിന്റെയും ക്യാഷിന്റെയും രണ്ട് കോളംസ് അങ്ങ് നീട്ടി വരച്ചോളൂ. ദെൻ ക്യാഷിന്റെ ഹയസ്റ്റ് ടോട്ടൽ നമുക്ക് കിട്ടിയത് 13,745. എഗെയിൻ ഇപ്പുറത്തും 13,745. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, അതായത് 13,745ന്റെയും 87,045ന്റെയും ഡിഫറൻസ് വരുന്നത് എവിടെയല്ലേ കൂടുതൽ, ഇവിടെയല്ലേ കുറവ്. അപ്പൊ ഇവിടെ എന്താ? നമ്മളത് ബാങ്ക് ആയിട്ട് ഈ എമൗണ്ട് ആണ് നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ബൈ ബാങ്ക് അക്കൗണ്ട് 30th തന്നെ ബൈ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആ ഡിഫറൻസ് വന്നത് എത്രയാണ്? നമുക്ക് ഡിഫറൻസ് വന്നത് 5,000 ആണ് ഇതിന്റെ ഡിഫറൻസ്. ഞാൻ ഇവിടെ ബാലൻസിങ് ഫിഗർ എന്ന് കാണിച്ചിട്ടുണ്ട്. ആ 5,000 ആണ് നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. നമ്മളോട് ലാസ്റ്റ് ട്രാൻസാക്ഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1,490 രൂപ ബാലൻസ് ആയിട്ട് വെച്ചുകൊണ്ട് ബാക്കിയുള്ള നമ്മൾ എന്ത് ചെയ്യുക? ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. എത്രയാ? 5,000. ഓക്കെ ആണോ? പിന്നെ ഒരു ജോലിയും കൂടെ നമുക്കുണ്ട്. ആ ഡിസ്കൗണ്ട് റിസീവ്ഡിന്റെയും അലൗഡിന്റെയും കോളം അങ്ങ് ടോട്ടൽ ചെയ്തിട്ടേക്കുക. ഇവിടെ എത്ര വരും? ടോട്ടൽ 35 വരും. ഡിസ്കൗണ്ട് അലൗഡിന്റെ അവിടെ, റിസീവ്ഡിന്റെ അവിടെ 45. ഈ രണ്ട് ജോലിയും കൂടെ നമുക്കുള്ളൂ. ഇത്രയേ ഉള്ളൂ 2 കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം പോലെ അത്ര സിമ്പിൾ അല്ല, ഇച്ചിരി അത്യാവശ്യം വർക്കിംഗ് ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യുക. പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് അലൗഡിന്റെയും റിസീവ്ഡിന്റെയും ഒക്കെ വരുമ്പം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ടെക്സ്റ്റിൽ ഇത്രയും പ്രോബ്ലംസേ ഉള്ളൂ, കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഇതുകൊണ്ട് മാത്രം നിൽക്കരുത്. ഓക്കെ.